ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മുടെ മെയിൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു വോട്ടിംഗ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ഏതൊരു ടീം ഏത് ടീമാണ് ജയിക്കുന്നത് ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മാഞ്ചസ്റ്ററും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അർസണലും ഉണ്ട്. അപ്പൊ ഏത് ടീമാണ് ജയിക്കുന്നത് ജസ്റ്റ് വോട്ട് ചെയ്യുക. അപ്പൊ റിവാർഡായിട്ട് നിങ്ങൾക്ക് ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുന്നുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് പ്ലേസ് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വോട്ടിങ്ങനെയൊക്കെ ചെയ്യുക, ജസ്റ്റ് ഒരു വോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ടീമാണ് ജയിക്കാൻ തോന്നുക ആ ടീമിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സെലക്ഷൻ കോൺട്രാക്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പുതിയതായി നോക്കാന്ന് വെച്ചാൽ നമുക്കിപ്പോ പുതിയതായി കുറച്ച് പാക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മുടെ ലീഗ് സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ കെവിൻ ഡിബ്രൂൺ ഉണ്ട്, പിന്നെ ആരാ, പിന്നെ കുറച്ച് നെറ്റോ എന്ന പ്ലെയർ ഉണ്ട്. സോ കുഴപ്പമില്ലാത്തൊരു ബാക്ക് വന്നിട്ടുണ്ട്, അത്ര വർത്തൊന്നും അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ മാക്സിമം ഇങ്ങനത്തെ പാക്ക് ഒക്കെ ഇറക്കാൻ നോക്കട്ടോ. നിങ്ങൾ പെട്ടെന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എപ്പിക്ക് ബോക്സ് സ്ട്രോക്ക് പോവാണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ സ്ക്വാഡ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്പാനിഷ് ലീഗിന്റെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ കാർഡ് വന്നിട്ടുണ്ട്. റോമിംഗ് ഫ്ലാങ്ക് ആണ്. ഓക്കെ, റോമിംഗ് ഫ്ലാങ്ക് ആണ്. വിനീഷ്യസിന്റെ ഒക്കെ ഇഷ്ടമായ കാർഡ് നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്, ബിൽഡപ്പ് ആണ്. പിന്നെ നമ്മുടെ ഒബ്ലാക്കിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ആന്റണിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഓ, കുഴപ്പമില്ലാത്തൊരു പാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബിഗിനേഴ്സ് ഒക്കെ മാക്സിമം ഇങ്ങനത്തെ പാക്ക് ഒക്കെ സ്പിൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലാത്തവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ഡോക്കുവിന്റെ ഒരു ബൂസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്, വിങ് പ്ലേയിങ് സ്റ്റൈൽ ആണ്. പിന്നെ നമ്മുടെ കൂക്കുവിന്റെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ കാർഡ് വന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്, ബൂസ്റ്റർ കാർഡ് ആണ്. ഓക്കെ, അപ്പൊ അത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇസ്കോന്റെ കാർഡ് വന്നിട്ടുണ്ട്. നമ്മുടെ റയലിനെതിരെ അടിച്ച ഗോൾ അതിന്റെ ഒരു ബേസ്ഡ് ആണ് കാർഡ് വന്നേക്കുന്നത്. ഇത് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇസ്കോന്റെ ഒരു കാർഡ് റയർ ആയിരിക്കും ഗെയിമില്, അതൊരു കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പിന്നെ നോക്കുമ്പോ പിന്നെ സാധാ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇതാണ് ഈ തവണത്തെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക്. ഓക്കെ, പിന്നെ നമ്മുടെ ബെബ്രോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഗോൾ പോസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു ബാക്കിന്റെ കേസ്. പിന്നെ നമ്മുടെ കോമൺ വന്നിട്ടുണ്ട്, ലെഫ്റ്റ് വിങ് ഫോർവേഡ് പ്ലസ് വിങ്ങർ ആണ്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ബാക്കാണ്. പിന്നെ കുറച്ച് ജെ ലീഗിന്റെ എന്തൊക്കെയോ ബാക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാട്, ഇതൊന്നും എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇതൊക്കെ എന്താ ഷോർട്ട് ടൈമോ, എന്തൊക്കെ അത് ഡിസൈനാ നോക്കിയേ ജപ്പാൻകാർക്ക്. ഓ, ഇതൊന്നും ബെസ്റ്റ് 2 പാക്കാണ്. ഇത് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യണ്ട. പിന്നെ നേരത്തെ നമ്മുടെ പാക്ക് ഒക്കെ തന്നെയാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വേറെ പാക്ക് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ മാനേജർ പാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കമ്പാരിസൺ കൂടി നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ സൈമൺ സാവി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ലോങ് ബോൾ കൗണ്ടർ ആണ് ടാർഗറ്റ് വരുന്നത്. അപ്പൊ ലോങ് ബോൾ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തവർക്കൊക്കെ ബെസ്റ്റ് ഒരു മാനേജർ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2 കിടിലം ബൂസ്റ്റേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മാനേജർക്ക് വരുന്നത് സ്പീഡ് എന്ന് പറഞ്ഞ ബൂസ്റ്ററും പിന്നെ ഫിനിഷിംഗ് ബൂസ്റ്ററും ആണ്. അപ്പൊ നിങ്ങളുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന 2 ബൂസ്റ്റേഴ്സ് ആണ്. അപ്പൊ ലോങ് ബോൾ കൗണ്ടറിന്റെ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരൊക്കെ എന്തായാലും ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യാം. ഞാൻ എന്തായാലും ഈ പാക്ക് സ്പിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് ഇന്ററിന്റെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ മാർട്ടിനസിന്റെ കാർഡ് ഉണ്ട്, മാർട്ടിനസ്, അതുപോലെ തന്നെ നമ്മുടെ തുറം, അങ്ങനെ നമ്മുടെ ഇന്ററിന്റെ പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു ബാക്ക് എന്തായാലും നിങ്ങൾ സ്പിൻ ചെയ്യുക. ഈ ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്ന ആൾക്കാരെ സ്പിൻ ചെയ്യുക. അത്യാവശ്യം കിട്ടിയ ബാക്ക് ആണ് വന്നിരിക്കുന്നത്. പേഴ്സണലി ഞാനും ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്റെ പ്ലേയിങ് സ്റ്റൈലും ലോങ് ബോൾ കൗണ്ടർ ആണ്. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ സൈൻ ചെയ്യുക ഈ ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവരൊക്കെ. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കൊനാമി ഒരു ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പോയി കളിക്കാം. മീൻസ് AI മാച്ച് ജയിക്കുമ്പോഴാണ് അത് കിട്ടണ. വേറെ ആരുമല്ല, നമ്മുടെ ഗുർപ്രീതാണ് വന്നേക്കണ. ഗുർപ്രീതിന്റെ ഒരു ഷോർട്ട് ടൈം കാർഡ് വന്നിട്ടുണ്ട്, നമ്മുടെ കൊനാമി കൊണ്ടുവന്നിട്ടുണ്ട് ബൂസ്റ്ററിന്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോർട്ട് ടൈം കാർഡൊക്കെ വരുന്നത്. അത് നമ്മുടെ ഗുർപ്രീതിന്റെ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗുർപ്രീതിന്റെ ഒരു ഷോർട്ട് ടൈം കാർഡ് വന്നിട്ടുണ്ട്.
നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരു അഭിമാനം തന്നെ. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ടൈം കാർഡാണ് ഇത്. ഇത് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഈ ഒരു പ്ലെയറിനെ കിട്ടും. പിന്നെ അത് മാത്രം നമ്മുടെ ഹോളിയുടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ചെറിയൊരു കോയിൻ ഓഫർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള പർച്ചേസ് ചെയ്യാം. അപ്പൊ അതാണ് ആ ഒരു കാര്യം നോക്കാനുള്ളത്. അതുപോലെ തന്നെ വേറെ അഡീഷണൽ ആയിട്ട് പുതിയതായിട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ ലേറ്റസ്റ്റ് നേരത്തെ ഉണ്ടായത് തന്നെയാണ്. ഇത് നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ നമ്മുടെ ഇതിന്റെ അല്ലേ വന്നത്, നമ്മുടെ ബയേന്റെ വന്നിട്ടുണ്ടായില്ലേ, നമ്മുടെ ഇത് ക്ലബ് ഇവന്റ്. അപ്പൊ അതിന്റെ തന്നെ നമ്മുടെ ഇന്റർനെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 കോയിൻ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സാധാ PvP മാച്ച് കളിച്ചാലും ഒരു 50 കോയിൻ കിട്ടും. അപ്പൊ ഈ ആഴ്ച ഒരു 100 കോയിൻ ഉണ്ടാക്കാം ഇതുവഴി. അപ്പൊ അതൊക്കെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു പാക്കിന്റെ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റിൽ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഇന്ററിന്റെ പ്ലെയർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും എല്ലാവരും സൈൻ ചെയ്ത് എടുക്കുക, കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.